ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് പോത്തുവറ അല്ലെങ്കിൽ ബീഫ് വറ എന്ന് പറയുന്ന സാധനമാണ്. ഇത് 1 കിലോ ബീഫ് ഞാൻ എടുത്തേക്കുന്നത് 2 സ്ലൈസായിട്ടാണ് 1 കിലോ ബീഫ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ 1 കിലോ ബീഫ് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും 1 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. ഞാനിത് ചീനിച്ചട്ടിക്കകത്ത് ഇട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് ഇത് ഒരു 1/4 ഭാഗം വേവായതിന് ശേഷം നമുക്ക് ഇത് സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ബീഫ് വറ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് അരമണിക്കൂർ കുക്ക് ചെയ്തിട്ടെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നല്ല നൈസ് സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് വറയുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് വറയ്ക്ക് വേണ്ടിയുള്ള ഇറച്ചി ഞാൻ നല്ല സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വറയാക്കി എടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ വറ ഉണ്ടാക്കണം നോക്കാം. അടുത്ത് നമുക്ക് ബീഫ് വറ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 1/2 സ്പൂൺ കടുക് ഇട്ടു. അത് കഴിഞ്ഞ് ഒരു 6 വെളുത്തുള്ളി ചതച്ചത്, ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഇതള് കറിവേപ്പില, 4 വറ്റൽമുളക് മുറിച്ചിട്ടേക്കുന്നത്. ഇവ നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം, മൂക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ കറിവേപ്പില ഒരു ക്രിസ്പിനെസ് വന്നതിന് ശേഷം നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഇങ്ങോട്ടിടാം. അതിന് ശേഷം ബീഫ് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് സവോളയും പൊടികളും ഇടാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തേക്കണത് നമ്മൾ ഒരു സവോള അരിഞ്ഞു വെച്ചിരിക്കണത് ചേർത്തു. സവോള അരിയണത് തീരെ ചെറുതായിട്ട് അരിയരുത്. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നേരത്തെ അരിഞ്ഞ രീതിയിൽ ആ സൈസിൽ അരിയണം. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ, 4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളക്. ഇത്രയും നമ്മൾ ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നമ്മൾ ഇത് ഒന്ന് നല്ലോണം ഒന്ന് വറയാക്കാം. അതിനുശേഷം നമുക്ക് ഫൈനൽ രീതി എങ്ങനെ ഇരിക്കും നോക്കാം. ഞാൻ ഈ ബീഫ് വറയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളൊരു 4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു. ഈ സോയാ സോസ് ഒഴിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇറച്ചിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലേവറിൽ നിന്നൊരു വ്യത്യസ്തമായൊരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ട് ഒഴിച്ചു നോക്കിയോ, അത് DK ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഈ വറ ഉണ്ടാക്കി അവസാനമാകുമ്പോഴേക്കും 4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് വറ, രുചികരമായ ബീഫ് വറ റെഡിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.